ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കൊല്ലം മുന്നേ ഇപ്പോൾ ലീ മിസ് മുൻകൈ എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ പണ്ട് അവിടെയുള്ള ജോങ് മിസ് മുൻകൈ എടുത്ത് പീ ഹാനും മിൻ ഹാനും എല്ലാം എതിരെ ഒരു ഡിസിപ്ലിനറി മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യം പീ ഹാൻ്റെ അച്ഛനും അറിയാണ്. ആരെയും കൂസാക്കാത്ത ഒരു സ്വഭാവമാണ് ഇവന് ഉള്ളതെങ്കിലും അച്ഛൻ്റെ മുന്നിൽ ഇവൻ ചെറിയൊരു രീതിയിൽ പൂച്ചക്കുട്ടിയാണ്. ഡിസിപ്ലിനറി മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ കേട്ടു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഗ്രാജുവേറ്റ് ആവാൻ നിനക്ക് ഇത്രക്ക് ബുദ്ധിമുട്ടാണോ എന്നൊരു ഗ്യാങ് ലീഡർ കൂടിയായ ഇവൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ഒരു പേടിയിൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാണ്. പിറ്റേന്ന് ഇവനെ കാണുന്ന ജോങ് മിസ് പറയും, ആരും മോശക്കാരനായിട്ട് ജനിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് മാറാൻ പറ്റും. ഇത് കേൾക്കുന്ന പീ ഹാൻ പറയും, നിങ്ങളെക്കൊണ്ട് ആളുകളെ മാറ്റാൻ കഴിയില്ല. ശേഷം പീ ഹാനെതിരെയുള്ള ഡിസിപ്ലിനറി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് സ്ട്രീറ്റിൽ വെച്ച് കുത്തേറ്റ് ജോങ് മിസ് മരണപ്പെടുന്നത്. അന്ന് മിസ്സിൻ്റെ കൂടെ മകനും ഉണ്ടായിരുന്നു. തടയാൻ ശ്രമിക്കുന്ന അവനും അന്നൊരു കുത്തേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പീ ഹാൻ എല്ലാവർക്കും റാങ്കിങ് ആപ്പ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിൽ റാങ്ക് കൂടുന്നവരെ യോൺവാക് ഗാങ്ങിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും എന്നൊരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നതും സ്റ്റുഡൻസ് പിന്നീട് പഠിത്തം പോലും വിട്ട് റാങ്കിങ് ആപ്പിൽ റാങ്ക് കൂട്ടാനായിട്ട് പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങി. ഇപ്പോൾ ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും ഏതാണ്ട് അതുപോലെ ഒരു സാഹചര്യമാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ജോങ് മിസ്സിന് പകരം ലീ മിസ് ആണെന്നേ ഉള്ളൂ. ശേഷം ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റഡി ഗ്രൂപ്പ്. പണ്ടത്തെ പോലെയല്ല നമ്മുടെ സ്കൂളിപ്പോൾ, ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നു. അടിയും പിടിയും ഒന്നും അങ്ങനെ ഉണ്ടാകാതിരിക്കില്ല. അതുപോലെ റാങ്കിങ് ആപ്പിൽ അപ്ഡേഷനും വരുന്നില്ല. ചില കുട്ടികൾ പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ലീ മിസ്സും ഗാമിനുമാണെന്ന് സേഹോൺ പറയും. അവിടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലീ മിസ്സിൻ്റെ മുന്നിലേക്ക് ഒരു ബൈക്ക് വന്ന് നിർത്തും. പേടിച്ചു പോകുന്ന ലീ മിസ് നോക്കുമ്പോൾ അത് പാർക്കായിരുന്നു. മിസ്സിനോട് ഡിസിപ്ലിനറി മീറ്റിംഗ് വെക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാർക്ക് വന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവനാണ് ജോങ് മിസ്സിൻ്റെ മകൻ. എനിക്ക് മിസ്സിനെ കണ്ടപ്പോൾ എൻ്റെ അമ്മയെ പോലെ തോന്നിയെന്ന് പാർക്ക് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതുപോലെ ആ പോലീസുകാരൻ്റെ അടുത്ത് നിന്നും ഈ ഇടയിൽ ആ ഒരു കാര്യം ലീ മിസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ ആദ്യമേ തന്നെ തിരിച്ചറിയണമായിരുന്നു. പക്ഷെ ജോങ് മിസ്സിൻ്റെ കേസും പീ ഹാൻ്റെ ഡിസിപ്ലിനറി മീറ്റിംഗ് തമ്മിൽ എന്താ ബന്ധം? പാർക്ക് പറയും, കാരണം എൻ്റെ അമ്മയെ കൊന്നത് അവനാണ്. എൻ്റെ അമ്മയെ കുത്തിയവൻ യോൺബോ ഗ്യാങ്ങിൽ ഉള്ളവനാണ്. പീ ഹാനെ മിസ്സിനെ നന്നായിട്ട് അറിയാലോ, അവൻ അത് തന്നെ വീണ്ടും ചെയ്യും. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, മിസ് എല്ലാം ഇവിടെ വെച്ച് നിർത്തണം. ഇതേ സമയം പീ ഹാൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് പ്രിൻസിപ്പൾ. ഞാൻ ആ മിസ്സിനെ ഒരുപാട് തടയാനായിട്ട് നോക്കി, എന്നെക്കൊണ്ട് ഒന്നിനും സാധിച്ചില്ല. മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ മീറ്റിംഗ് വെച്ചാൽ പീ ഹാൻ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരും. ഇതും കേട്ടുകൊണ്ട് പീ ഹാൻ അങ്ങോട്ടേക്ക് വരും. ഇവനെ കാണുന്ന ഇവൻ്റെ അച്ഛൻ പറയും, എല്ലാം പാക്ക് ചെയ്ത് അബ്രോഡിൽ പോകാൻ റെഡി ആയിക്കോ. എന്നിപ്പോൾ പീ ഹാൻ പറയും, മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന്. ശേഷം ഇപ്പോൾ ഒരു ന്യൂസ് അവിടെ മൊത്തം പരക്കുകയാണ്. ഗാമിനും ടീമും സഞ്ജോണിനെ രക്ഷിക്കാൻ വേണ്ടി യോൺബോ ഗ്യാങ് ആയിട്ടും ഫൈറ്റ് ചെയ്തില്ലേ? ആ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഗുണ്ടാ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ ന്യൂസ് മീഡിയാസും മറ്റും ഏറ്റെടുക്കും. സ്കൂളിലേക്ക് വരുന്ന സ്റ്റഡി ഗ്രൂപ്പിനും മീഡിയാസും മൊത്തം കൂടെ വളയാണ്. ഇങ്ങനെയൊരു ന്യൂസ് പ്രചരിച്ചത് കൊണ്ട് തന്നെ ഗാമിനെതിരെയും ഈ പ്രിൻസിപ്പൽ ഒരു ഡിസിപ്ലിനറി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സാർ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. സിറ്റുവേഷൻ മനസ്സിലാക്കാനായിട്ടൊക്കെ ലീ മിസ് പറയുമ്പോൾ ഗാമിനെയും ആ മൊത്തം ഗ്യാങ്ങിനെയും ഈ മീറ്റിങ്ങിലൂടെ താൻ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കും. അത് വേണ്ടെങ്കിൽ നീ പീ ഹാൻ്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യണം. സ്റ്റഡി ഗ്രൂപ്പ് പരാജയപ്പെട്ടാൽ നീ പുറത്തു പോകാമെന്ന് നമ്മൾ തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. സ്റ്റഡി ഗ്രൂപ്പ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിന്റെ റെസിഗ്നേഷനും റെഡിയാക്കി വെച്ചോളാനായിട്ട് ഈ പ്രിൻസിപ്പൽ പറയും. ലീ മിസ് കാര്യങ്ങളെല്ലാം വന്ന് സ്റ്റഡി ഗ്രൂപ്പിനോട് പറയും. യോൺബോ ഗ്യാങ്ങിനെതിരെ പോയി ഫൈറ്റ് ചെയ്തതിൽ ഇവർ ലീ മിസ്സിനോട് സോറി ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്? അതെനിക്കറിയാം. എന്നാൽ ഇനി തൊട്ട് ഇങ്ങനെ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്യണം. ഡിസിപ്ലിനറി മീറ്റിങ്ങിൻ്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി. പ്രശ്നങ്ങളിലൊന്നും ചാടരുതെന്ന് ഗാമിനോട് പ്രത്യേകമായും ലീ മിസ് പറയുന്നുണ്ട്. ആകെ പ്രശ്നമായിരിക്കുകയാണെന്ന് സ്റ്റഡി ഗ്രൂപ്പിന് മനസ്സിലായി. നമ്മൾ കാരണം ലീ മിസ്സിൻ്റെ ജോലിയും പോകുമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ വിഷമിച്ച് വരുമ്പോഴാണ് എല്ലാവരുടെയും ഫോണിലും റാങ്കിങ് ആപ്പിലെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കുമ്പോഴാണ് മുന്നിൽ നിന്നും പിറകിൽ നിന്നൊക്കെ ആയിട്ട് സ്കൂൾ മൊത്തം ഫൈറ്റ്. കാരണം എന്താണെന്ന് നോക്കുമ്പോൾ പീ ഹാൻ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഏറ്റവും കൂടുതൽ റാങ്ക് നേടുന്നവർക്ക് 1 മില്യൺ തുക സമ്മാനമായിട്ട് നൽകുമെന്ന്. അത് പീ ഹാൻ്റെ ഒരു കളിയായിരുന്നു. സ്കൂളിനെ വീണ്ടും വയലൻ്റ് ആക്കി മാറ്റാനുള്ള ഐഡിയ.
സ്കൂൾ വീണ്ടും പഴയ രീതിയിലായത് കാണുന്ന സേഹോൺ ആണെങ്കിൽ വീണ്ടും മനസ്സ് മടുക്കുകയാണ്. എല്ലാം മാറി നിന്നാണ് ഞാൻ ഓർത്തത്. എന്നാൽ നമ്മുടെ എഫേർട്സിനൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച് കോളേജിൽ പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയൊരു സൊസൈറ്റിയാണ് നമുക്കുള്ളതെങ്കിൽ എങ്ങനെ വിജയിക്കാനാ? സ്വപ്നം കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സേഹോൺ ആണെങ്കിൽ അവൻ്റെ അച്ഛനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ എടുത്ത് എന്തോ ഷോക്കിൽ അവൻ എങ്ങോട്ടേക്കോ ഓടുന്നതും കാണാം. ഗ്യാമിനും ഇതേ സമയം എന്തോ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അവൻ ഓടി സ്റ്റഡി ഗ്രൂപ്പ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ അവനെയും കാത്ത് പീഹാനും മിൻഹാനും ഉണ്ടായിരുന്നു. ന്യൂസൊക്കെ കേട്ടു. ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ പിറകെയാണല്ലോ എന്ന് മിൻഹാൻ പറയുമ്പോൾ അത് ഫേക്ക് ന്യൂസാ, അത് പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറയാണ് സ്റ്റഡി ഗ്രൂപ്പ്. ആളുകൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു കഥയും കുറച്ച് എവിഡൻസും ഉണ്ടെങ്കിൽ എന്തും ആരും വിശ്വസിക്കും. മീഡിയ ഇനി കാലങ്ങളോളം നിങ്ങളുടെ പിറകെ ഉണ്ടാവും. നിങ്ങൾ സ്കൂളിലെ ഗുണ്ടകളായിട്ട് അറിയപ്പെടും. ഗ്യാമിൻ, നീ എന്തൊക്കെ ചെയ്താലും യൂസോങ്ങിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. എനിക്കെന്ത് വേണമെങ്കിലും ഇവർക്ക് നൽകാൻ സാധിക്കും. അതിപ്പോൾ പൈസയാണെങ്കിലും കണക്ഷൻസ് ആണെങ്കിലും. നിന്നെക്കൊണ്ട് അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ഡ്രീമോ അതോ പ്രതീക്ഷയോ? ആ ലീയെ കൊണ്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യിപ്പിക്ക്. അങ്ങനെയാണെങ്കിൽ സമാധാനപൂർവ്വം നിനക്ക് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആവാൻ കഴിയും എന്ന് പറഞ്ഞ് പീഹാനും മിൻഹാനും പോകുന്ന സമയം അങ്ങോട്ടേക്ക് ഒരു കൂട്ടം സ്റ്റുഡൻസ് കയറി വന്ന് ഇവരുടെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ റൂം മൊത്തം അലങ്കോലാക്കുകയാണ്. കാരണം ഇവർക്കെതിരെ ഡിസിപ്ലിനറി മീറ്റിംഗ് വിളിച്ചത് കൊണ്ട് തന്നെ. ഇനി ഈ റൂമിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത് കണ്ട് ദേഷ്യത്തിൽ ഗ്യാമിൻ അവരെ അടിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവനെ സ്റ്റോപ്പ് ചെയ്ത് അവൻ ലീമിസിന് കൊടുത്ത പ്രോമിസിനെ കുറിച്ച് ഹേവോൺ ഓർമ്മിപ്പിക്കും. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി തീർത്ത് എല്ലാം തന്നെ അവരെ നശിപ്പിക്കുകയാണ്. ഇവിടെ സേഹോൺ ആണെങ്കിൽ ഓടി വന്നത് അവൻ്റെ അച്ഛൻ്റെ സൈറ്റിലേക്കായിരുന്നു. അവൻ്റെ അച്ഛൻ അവിടെയുള്ള ഒരു വർക്കുമായിട്ട് തമ്മി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ന്യൂസ് കണ്ട് നീ മകനെ ഗുണ്ടയാകാനാണോ വിട്ടിരിക്കുന്നത് എന്ന് ഇയാൾ ചോദിച്ചതാണ് കാരണം. എൻ്റെ മകൻ ഒരു ഗുണ്ടയല്ല എന്നും പറഞ്ഞാണ് ഇവൻ്റെ അച്ഛൻ അയാളെ അടിക്കുന്നത്. ഇവനെ കാണുന്ന ഇവൻ്റെ അച്ഛൻ ഇവനോട് ചോദിക്കും, നീ ഒരു ഗുണ്ടയാവാനാണോ സ്കൂളിലേക്ക് പോയേ? പഠിച്ച് ഗ്രാജുവേറ്റ് ആകുമെന്നല്ലേ എന്നോട് പറഞ്ഞ്? ഇതായിരുന്നു നിന്റെ പഠിത്തം? എന്തൊക്കെയായാലും നിന്നെ ഒരു ഗുണ്ടയാവാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല. ഇതെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുന്ന സേഹോൻ പറയും, ഞാൻ നാളെ തൊട്ട് വർക്കിന് വന്നോളാം. സ്കൂൾ ഞാൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതെല്ലാം ഗ്യാമിനും രഹസ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ജൂൺ മാത്രം തലകു വിലുങ്ങും മെസ്സേജ് അയച്ചു നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാ ഉള്ളത്? എന്താ റിപ്ലൈ തരാത്തത്? നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന് ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ, പഠിത്തത്തിൽ ഞാനൊന്നും ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഈ മെസ്സേജെല്ലാം തന്നെ ഗ്യാമിൻ കാണുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാം ശരിയാകും എന്നും പറഞ്ഞ് അവന് റിപ്ലൈ അയക്കണമെന്നുണ്ട്. എന്നാൽ എന്തോ വേണ്ടെന്ന് വെക്കും. പെട്ടെന്നാണ് സേഹോൺ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത്. താൻ ഉണ്ടാക്കിയെടുത്ത സ്റ്റഡി ഗ്രൂപ്പ് 1 by 1 ആയി തകർന്നു പോവുകയാണെന്ന് മനസ്സിലായി. അങ്ങോട്ടേക്ക് വരുന്ന ഗ്യാമിൻ്റെ അമ്മ ഇവന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. കാര്യം തിരക്കുമ്പോൾ ഗ്യാമിൻ പറയും, എൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് തകരാൻ പോവുക. എന്നിപ്പോൾ അവൻ്റെ അമ്മ പറയും, നിനക്കറിയോ എന്തുകൊണ്ടാണ് യൂസോങ്ങിൽ തുടർന്നും പഠിച്ചോളാൻ ഞാൻ നിന്നെ സമ്മതിച്ചെന്ന്? കാരണം നീ എപ്പോഴത്തേക്കാളും ഹാപ്പി ആയിരുന്നു. ചിന്തിക്കുമ്പോൾ ഗ്യാമിനും മനസ്സിലാകും താൻ തൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ കൂടെ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നത്. ഇതേ സമയം ഇവിടെ സ്കൂളിൽ ഓഫീസിലിരിക്കുകയാണ് ലീമിസ്. താനൊന്നും ചെയ്തില്ലെങ്കിൽ അത് തൻ്റെ കുട്ടികൾക്ക് പ്രശ്നമാണെന്ന് ലീമിസിന് അറിയാം. അവർക്ക് സ്കൂൾ വിട്ട് പോകേണ്ടതായിട്ട് വരും. രണ്ടും കൽപ്പിച്ച് ഡിസിപ്ലിനറി മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ലീമിസ് ഡിലീറ്റ് ആകാൻ പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഗ്യാമിനാണെങ്കിൽ വീട്ടിൽ നിന്ന് നേരെ സ്റ്റഡി ഗ്രൂപ്പിലോട്ട് വന്നിരിക്കുകയാണ്. എന്തോ തീരുമാനിച്ചെന്ന പോലെ അലങ്കോലമാക്കിയതൊക്കെ അവൻ പെറുക്കി വെക്കും. അവിടെ മൊത്തം ക്ലീൻ ചെയ്യാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ലീമിസും വരുന്നുണ്ട്. ഗ്യാമിൻ്റെ കൂടെ അവിടെ ക്ലീൻ ചെയ്യാൻ ലീമിസും കൂടും. ശേഷം രാവിലെ തന്നെ അച്ഛൻ്റെ വർക്ക് പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ് സേഹോൺ. അച്ഛന് പകരം ഇനി തൊട്ട് താൻ വർക്ക് ചെയ്തോളാം എന്ന് പറയും. അതൊക്കെ ശരി, അവന് നിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് സേഹോൺ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത്. സേഹോണിൻ്റെ പിറകെ പിന്തുടർന്ന് ഗ്യാമിനും എത്തിയിട്ടുണ്ടായിരുന്നു. സേഹോണിന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ അവൻ്റെ ഒപ്പം കൂടി ആ സൈറ്റിലെ പണി മൊത്തം ഗ്യാമിനും ചെയ്യും. എടാ നീ പൊക്കോ, ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന് സേഹോൺ പറയുമ്പോൾ ഞാൻ നിന്റെ കൂടെ തന്നെ പഠിച്ച് കോളേജിലും ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഗ്യാമിൻ. ഗ്യാമിൻ എത്ര പറഞ്ഞിട്ടും പോകാണ്ടാകുമ്പോൾ പഠിക്കാൻ വരാമെന്ന് സേഹോൺ സമ്മതിക്കും. അങ്ങനെ ഗ്യാമിൻ്റെ കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് നീ എങ്ങോട്ടേക്കാ പോകുന്നത്, പണി കഴിഞ്ഞോ എന്ന് അച്ഛൻ ചോദിക്കുന്നത്. സേഹോൺ ഇപ്പോൾ അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എന്നെ ഇത്രയും കാലം വളർത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ നിന്ന് പണിയെടുത്തപ്പോഴാണ് ഇതെത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കിനിയും പഠിക്കണം അച്ഛാ. ദയവ് ഇത് എനിക്ക് വേണ്ടി ഒരു 3 കൊല്ലം കാത്തു നിൽക്ക്, ഞാൻ വിജയിച്ച് കാണിച്ചു തരാം. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. സേഹോണിൻ്റെ വാക്കുകളും അവൻ്റെ ആത്മവിശ്വാസവും കാണുമ്പോൾ അവൻ്റെ അച്ഛന് സങ്കടം വരുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ഗ്യാമിൻ സേഹോണിൻ്റെ അച്ഛനോട് പറയും ഭാവിയിൽ സേഹോൺ ഇങ്ങനെയൊരു ബിൽഡിംഗ് വാങ്ങുമെന്ന്. പിന്നീട് രണ്ടാളും കൂടെ നേരെ പോകുന്നത് ഹേവോണിൻ്റെ വീട്ടിലോട്ടാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും
സേഹോന്റെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുത്ത് യൂസോങ്ങിലെ ടോപ്പ് സ്റ്റുഡൻറ്റ് ഞാനാണ്. സ്റ്റഡി ഗ്രൂപ്പിൽ ചേർന്ന് പഠിച്ചിട്ടാണ് എൻ്റെ മാർക്ക് കൂടിയത്. ഞങ്ങൾ ഒരിക്കലും ഒരു ബുള്ളീസ് അല്ല. ഹേവോണിനെയും ഒപ്പം ഇരുത്തി പഠിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പോകും. ഹേവോണിൻ്റെ പാരൻസിനെ കയ്യിലെടുക്കാനും ഞങ്ങൾ നല്ല സ്റ്റുഡൻസ് ആണെന്ന് കാണിക്കാനും അവർക്ക് പറ്റും. അവർക്ക് കൊടുക്കാൻ ഒരു കൊട്ട ബ്ലൂബെറീസും കൊണ്ടാണ് ഗാമിനും വന്നത്. അങ്ങനെ ഇപ്പോൾ ഇവർ മോശം പിള്ളേരല്ല എന്ന് ഹേവോണിൻ്റെ പാരൻസിന് മനസ്സിലാവും. അങ്ങനെ പാരൻസിൻ്റെ സമ്മതം കിട്ടിയ ഹേവോൺ നേരെ ജീവുവിൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ പഠിത്തമൊക്കെ ജീവു മൊത്തത്തിൽ വിട്ട കണക്കായിരുന്നു. ഞാൻ കോളേജിൽ പോകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ കോളേജിൽ പോവുകയാണെങ്കിൽ തന്നെ എന്ത് പറഞ്ഞ് ഞാൻ എന്നെ പരിചയപ്പെടുത്തും? ഒന്നുമില്ലാതെ ജനിച്ച ഓർഫനാണെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ജയിലിലുള്ള ഒരു ബ്രദർ എനിക്കുണ്ടെന്ന് പറഞ്ഞോ? ജയിലിലുള്ളവന് വേണ്ടിയാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്താ നിനക്ക് എൻ്റെ കൂടെ വന്നവനെ കാണണോ എന്ന് ചോദിക്കുമ്പോൾ, ആ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്നാൽ ചിലപ്പോൾ ആളുകൾക്ക് ഇങ്ങനെയും വിചാരിക്കാലോ, ഒന്നുമില്ലാഞ്ഞിട്ടും നീ കഷ്ടപ്പെട്ട് പഠിച്ച് കോളേജിലെത്തി. കൂടാതെ അവൾ സഹോദരനെ പോലും കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്. അവൾ എത്ര കൂളാ. ഇങ്ങനെ ആളുകൾക്ക് ചിന്തിച്ചൂടെ? ഇത് കേൾക്കുമ്പോൾ ജീവുവിൻ്റെയും മനസ്സ് മാറും. ജൂണിനാണെങ്കിൽ ഇപ്പോഴും സ്റ്റഡി ഗ്രൂപ്പ് നോക്കി ഡെസ്ക് പഠിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ഗാമിൻ സേഹോണിനെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. തൻ്റെ ഗ്രൂപ്പ് വീണ്ടും ഒന്നിച്ച് നിറഞ്ഞ സന്തോഷത്തിലാണ് ജൂൺ. ലീമിസ ആണെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്ന് താൻ ഡിസിപ്ലിനറി മീറ്റിംഗുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യം പറയും. സ്റ്റഡി ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ല, എൻ്റെ സ്റ്റുഡൻസ് ബിഹാൻ്റെ വിക്ടിംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ്. സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കണം. എന്നൊരിക്കലും അവരെ മനഃപൂർവ്വം തെറ്റുകാരാക്കി മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ തന്നെ ലീമിസ് പ്രിൻസിപ്പാളിനോട് പറയും. ഇവിടെ വീണ്ടും ഒത്തുചേർന്ന് സ്റ്റഡി ഗ്രൂപ്പാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് എന്തിനേയും ഫേസ് ചെയ്യാൻ തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.